എന്തിനാണ് സഞ്ജു വരുന്നത്? ചിലപ്പോൾ അഭിഷേകിന് പനി പിടിച്ചാൽ വരാം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് കുറെ ബാറ്റ്സ്മാൻ ഉള്ളതുകൊണ്ട് ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനെ ഇടാൻ വേണ്ടി മാത്രമാണ് കൊണ്ടുവന്നത്. നല്ല ക്യാച്ചൊക്കെ എടുക്കുമ്പോൾ അടിപൊളിയാണ്, എല്ലാരും ഭയങ്കര കൈയടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു ക്യാച്ച് വിട്ട് കഴിഞ്ഞാൽ ബൗണ്ടറിന്റെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുമല്ലോ, ഭയങ്കര കൂല പ്രഷർ. അതൊക്കെ ആലോചിക്കാൻ പോയ പ്രഷറാണ്. കളിയെ പറ്റിയും ബോളൊക്കെ നോയിക്കൊണ്ടിരുന്ന അതൊക്കെ മറക്കും. നമുക്ക് പലതും ആഗ്രഹിക്കാം. നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നാളെ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാം, ഇല്ലെങ്കിൽ നാളെ അതായി മാറണമെന്ന് ആലോചിക്കാം. പക്ഷെ ലൈഫ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോകണമെന്നില്ല. ലോകകപ്പിലെ ഓപ്പണറാകുമെന്ന് കരുതിയവൻ വാട്ടർ ബോയ് ആയി. ഒരു ദിവസം വരും, ഒരു പരിപാടി വരും, ഒരു ഫ്രൈഡേ വരും. അതൊരു കിട്ടിയേണ്ടിരുന്നാൽ മതി, നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ മതി. സഞ്ജു സ്പെഷ്യൽ സാംസൺ. വിമർശിച്ചവർക്കൊക്കെ ഇതിനും നല്ല മറുപടി സഞ്ജുവിന് നൽകാനില്ല. സഞ്ജു ഒരുപക്ഷെ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാകും ഇതുപോലൊരു നിമിഷം. അതിനേക്കാൾ ഉപരിയായി ഓരോ മലയാളിയും ആഗ്രഹിച്ച ഒരു നിമിഷം. അത് പ്രസ് മീറ്റിൽ പുച്ച ചിരി വാരി വിതറിയ സൂര്യകുമാർ യാദവ് ഇന്നലെ കാണിച്ചത് കണ്ട് രോമാഞ്ചം വന്ന് കണ്ണ് നിറയുന്ന കാഴ്ച. തോറ്റാലും ശ്രമിക്കുക, തോറ്റാലും ശ്രമിക്കുക, തോറ്റാലും ശ്രമിക്കുക.